നമസ്കാരം, ഞാൻ സേതുലക്ഷ്മി. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. എരുമേലിയിൽ എയർപോർട്ട്. ശബരിമല തീർത്ഥാടകർക്കായി എരുമേലിയിൽ വിമാനത്താവള പദ്ധതിയുമായി പിണറായി സർക്കാർ. സ്ഥലം കണ്ടെത്തി നൽകിയാൽ NOC നൽകാമെന്ന് കേന്ദ്രം ഉറപ്പു നൽകിയതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിശദീകരണം കേന്ദ്ര വ്യോമയാന മന്ത്രി അശോക് ഗജപതി രാജുവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ കേരളത്തിൽ നടത്തുമെന്നും മുഖ്യമന്ത്രി. എരുമേലിയിൽ വിമാനത്താവളത്തിന് വഴിയൊരുങ്ങുന്നത് UDF സർക്കാരിന്റെ ആറന്മുള വിമാനത്താവള പദ്ധതി ഉപേക്ഷിച്ചതിന് പിന്നാലെ വിനോദസഞ്ചാരികൾക്കായി ഇടുക്കിയിലും ബേക്കലിലും വിമാനമിറക്കാൻ എയർ സ്ട്രിപ്പ് വേണമെന്നും കേരളം. വമ്പന്മാർക്ക് വൻ ഇളവ്. സാമ്പത്തിക തട്ടിപ്പിൽ രാജ്യം വിട്ട വിജയ് മല്യയുടേതുൾപ്പെടെ 7016 കോടി രൂപയുടെ വായ്പ എഴുതിത്തള്ളി SBI. കിങ്ഫിഷർ എയർലൈൻസ് അടക്കം വായ്പാ തിരിച്ചടവിൽ മനഃപൂർവ്വം വീഴ്ച വരുത്തിയ 63 പേരുടെ കടം പൂർണ്ണമായും 31 പേരുടേത് ഭാഗികവുമായാണ് എഴുതിത്തള്ളിയത്. പുറത്തുവന്ന റിപ്പോർട്ടിലുള്ളത് ഈ വർഷം ജൂൺ 30 വരെയുള്ള കണക്കുകൾ. അതേസമയം വായ്പ എഴുതിത്തള്ളിയത് എന്നാണെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. നിലവിൽ SBIക്ക് ഉണ്ടായിരുന്നത് 48,000 കോടിയോളം രൂപയുടെ വായ്പാ കുടിശ്ശിക. പ്രതിപക്ഷം പണി തുടങ്ങി. കറൻസി പരിഷ്കരണം തീർത്ത ആശങ്കയിൽ പ്രതിഷേധമുയർത്തി പാർലമെന്റിൽ പ്രതിപക്ഷം. സിറ്റിംഗ് എംപിയുടെ മരണത്തെ തുടർന്ന് ലോക്സഭ നേരത്തെ പിരിഞ്ഞെങ്കിലും രാജ്യസഭയിൽ നോട്ട് അസാധുവാക്കൽ നടപടികളിൽ ചർച്ചയ്ക്ക് തുടക്കം. കേന്ദ്ര സർക്കാർ തീരുമാനത്തെ തുടർന്ന് രാജ്യത്തെ കള്ളപ്പണക്കാർക്ക് ഒന്നും സംഭവിച്ചില്ലെന്ന് കോൺഗ്രസ് നേതാവ് ആനന്ദ് ശർമ്മ. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് കർഷകരും സാധാരണക്കാരും. കറൻസി പരിഷ്കരണം രാജ്യത്ത് സാമ്പത്തിക അരാജകത്വം ഉണ്ടാക്കി. പ്രധാനമന്ത്രി ജനങ്ങളോട് മാപ്പ് പറയണമെന്നും കോൺഗ്രസ്. അതേസമയം വിമർശനങ്ങൾ തള്ളി സർക്കാർ. തങ്ങളുടെ തീരുമാനങ്ങൾക്ക് ജനപിന്തുണയുണ്ടെന്ന് BJP. പാവപ്പെട്ടവർക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ലെന്നും അഴിമതിക്കാരെ ശിക്ഷിക്കുമെന്നും വിശദീകരണം. വിഷയത്തിൽ പ്രധാനമന്ത്രി സഭയിൽ പ്രസ്താവന നടത്തണമെന്ന് മായാവതി. ഒളിവിലും തെളിവിലും. കൊച്ചിയിൽ ഗുണ്ടാക്കേസിൽ പ്രതി ചേർക്കപ്പെട്ട CPM നേതാവ് സക്കീർ ഹുസൈൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ ഇന്ന് കീഴടങ്ങിയേക്കും. സക്കീറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയും തള്ളിയ സാഹചര്യത്തിലാണ് കീഴടങ്ങൽ. സക്കീർ ഒളിവിലിരുന്നത് പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിലെന്ന് ആക്ഷേപം. അതേസമയം സക്കീർ വിഷയത്തിൽ കടുംപിടുത്തം ഉപേക്ഷിച്ച് കോടിയേരി. സക്കീർ ഹുസൈൻ ഗുണ്ടാ നേതാവല്ലെന്ന മുൻ പ്രസ്താവന തിരുത്തി. ഗുണ്ടകളെ സംരക്ഷിക്കുന്ന നയം പാർട്ടിക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി. ഒളിവിലിരിക്കെ സക്കീർ ഹുസൈൻ പാർട്ടി ഓഫീസിലെത്തിയെന്ന വാർത്ത അന്വേഷിക്കുമെന്നും കോടിയേരി. സ്വർണ്ണവെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2860 രൂപ, പവൻ 22,880 രൂപ. വെള്ളി ഗ്രാമിന് 43 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണവെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.